ലതാജി അമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. അവലോസ് പൊടിയെന്ന് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ അത് ആ പൊടി ഇന്ന് ഒരു അവലോസ് പൊടി തയ്യാറാക്കാനുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ 250 ഗ്രാം കൊള്ളണ അളവാണത്. അപ്പോൾ അത് കുതിർത്തി പൊടിച്ചിട്ട് ഈ അരിപ്പയിൽ അരിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു പുട്ടിൻ്റെ തരി എന്ന് പറയും. പുട്ടിൻ്റെ തരിയുടെ വലിപ്പമുള്ളൂ. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുണ്ടാവൂലേ ഈ അരിപ്പ. അപ്പോൾ ഈ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുള്ള പൊടിയത്. പിന്നെ അതിലേക്ക് നാളികേരം വേണം. നാളികേരം 1.5 മുറി. ഒരു നാളികേരത്തിൻ്റെ ഒരു മുറിയും മറ്റേ മുറിയുടെ പകുതി. പിന്നെ 2 ടീസ്പൂൺ ജീരകമുണ്ട്. ഇത്രയും ഉള്ളി, ചെറിയ ഉള്ളി. അപ്പോൾ ഈ ഉള്ളി ഇനി ചതച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കാണ്ട് ഈ പൊടി. പിന്നെ കുറച്ച് എള്ളുണ്ട്, 1 സ്പൂൺ എള്ള് എല്ലാം കൂടി നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കണം. 1 സ്പൂൺ എള്ള്, ഉള്ളി ചതച്ചത്, നാളികേരം ചെറിയത്, ജീരകം എല്ലാം കൂടി ഇടേണ്ടത്. ആദ്യമായിട്ട് ചെയ്യുന്നവർ കുറച്ചായിട്ട് ചേർത്തിട്ട് പൊടി ഉലർത്തിയെടുക്കണം. ഉപ്പ് പൊടി വേണം. കുറവുണ്ട്, അത് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ നീര് കൂടുതലുള്ള നാളികേരമൊക്കെ ആണെങ്കിൽ പൊടിയും കൂടി ഇട്ടുണ്ട്. അതങ്ങനെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇട്ട് ഉലർത്തിയിട്ട് ഇടണം. അങ്ങനെ എടുത്തിട്ടാൽ മതിയാവും. അതുപോലെ തിരുമ്പണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലപോലെ തിരുമ്പി ആ പൊടി നാളികേരപ്പാലിൻ്റെയും ഉള്ളിയുടെയും നീരിൽ ചെറുതായിട്ടൊരു നനവ് വരാനേ പാടുള്ളൂ. അങ്ങനെ നനവിൽ കൂട്ടി കൈകൊണ്ട് തിരുമ്പിയിട്ട് അത് പൊടി ശരിക്കും പൊട്ടിന് നനച്ച പൊടി പോലെ, അതിനേക്കാളും കുറച്ചും കൂടിയും വ്യത്യാസം വരും. കുറച്ച് ഉലർച്ച ഉണ്ടാവണം. അപ്പോൾ അതുപോലെ ആവണം. അപ്പോൾ ഉള്ളി മിക്സിയിലടിക്കാനൊന്നും പാടില്ല, ചതച്ചിടാനേ പാടുള്ളൂ. മിക്സിയിലടിച്ച് കഴിഞ്ഞാൽ അത് നീര് കൂടുതൽ വരും. അപ്പോൾ പൊടി പച്ചപ്പൊടിയായ കാരണം പെട്ടെന്ന് വെള്ളം കൂടും. അപ്പോൾ 1 കിലോ പച്ചരി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നാളികേരം, ഒരു 5-10 ചെറിയ ഉള്ളി ചേർത്താൽ മതിയാവും. അപ്പോൾ അത് ഇപ്പോൾ ഉലർന്നു കഴിഞ്ഞാൽ ഇതിലും ഈ പരുവത്തിൽ വരും. കുറച്ച് നേരം അങ്ങനെ തിരുമ്പി അങ്ങനെ വയ്ക്കണം. എന്നിട്ട് പിന്നെ ഉലർത്തി എടുത്തിട്ട് വറുക്കാൻ നോക്കാം. ഇനി വറുക്കാൻ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ പൊടി ഇട്ട് ഇളക്കി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലപോലെ കൈ എടുക്കാണ്ട് ഇളക്കണം. പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അത്. അപ്പോൾ നാളികേരത്തിൻ്റെയും ഒക്കെ ഒരു എണ്ണമയം ഉണ്ടാവും. അതിലങ്ങനെ വറുത്ത് മൊരിഞ്ഞ നല്ല ചോക്ക വറുക്കാന്ന് പറയും. പുളിയുറുമ്പിൻ്റെ കളർ എന്ന് പറയാം, വറവ്. അപ്പോൾ അതുപോലെ ആവും. അപ്പോൾ വലിയ തരികളൊക്കെ ഉണ്ടാവും. നാളികേരത്തിൻ്റെ കൂടെ നാളികേരത്തിൻ്റെ മേലെ അരി പൊടി പിടിച്ചിട്ടുള്ള മണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു ടേസ്റ്റാണ് കടിക്കാനായിട്ട്. ഇത് ചൂടാറിയ ഈ രൂപത്തിൽ വായു കടക്കാത്ത പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. ആവശ്യത്തിന് മധുരം ചേർത്തിട്ട് കഴിക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക.